ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു യു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വീമിൻ കുക്കിന്റെ മിനി FFന്റെ പാർട്ട് 3 ആണ്. ജിമിനും ജെക്കയും കൂടെ ഭയങ്കരമായിട്ട് ക്ലോസ് ആകുന്നത് കാണുമ്പോഴേക്കും തയാങ്ക് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഒരുമാതിരി സാഡായിട്ടൊരു സിറ്റുവേഷൻ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ടൊരു ചാൻസ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് മുഖമൊക്കെ ചുമന്ന് ഭയങ്കരമായിട്ട് സാഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ക്യാൻറ്റീനിലോട്ട് ഒരു പേഴ്സൺ എൻ്റർ ആകുന്നത് അല്ലേ. അയാൾ വന്നതും തയാങ്കി എന്ന് പറഞ്ഞ് വിളിക്കും. ഈ വിളി കേട്ടതും 4 പേരും ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കും. അവിടെ വെച്ചാണ് സ്റ്റോറി നിർത്തിയത്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ജെക്കയും ജിമിനും കൂടി ഇങ്ങനെ ക്ലോസ് ആയി വർത്താനം പറയുന്നൊക്കെ കേട്ടിട്ട് തയാങ്കാണ് ഭയങ്കര സങ്കടം. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് പോയാൽ എല്ലാവരും ചോദിക്കത്തില്ല നീ എവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓടിയാനും പറ്റത്തില്ല. കണ്ണൊക്കെ നിറഞ്ഞ ഒരു പരുവായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തയാങ്കി എന്ന് പറഞ്ഞിട്ട് ഒരു വിളി കേൾക്കുന്നത്. ഇത് കേട്ടത് 4 പേരും കൂടി തിരിഞ്ഞു നോക്കും. ജെക്കയും യൂങ്കിയും ജിമിനും ഭയങ്കര ഷോക്കായിട്ടാണ് നോക്കുന്നത്. ആരാ ഇത് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തയാങ്ക് തിരിഞ്ഞു നോക്കുമ്പോ വന്നിരിക്കുന്നത് ആരാരുമല്ല, നമ്മുടെ ജിന്നാണ്. ജിൻ വേറെ ആരുമല്ല, നമ്മുടെ തയാങ്കിന്റെ കസിൻ ബ്രദറാണ്. ബ്രദർ എന്ന് പറയുന്നതിനെക്കാട്ടി മേലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, സോൾമേറ്റ് ആണ്. പരസ്പരം ഒരു കാര്യവും മറച്ചു വെക്കത്തില്ല. അവർക്ക് ഒരു സീക്രട്ടും ഇല്ല. അത്രയ്ക്കും കമ്പനിയാണ്. 2 പേരും ഒറ്റ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. ഭയങ്കര ക്ലോസ് ആണ്. ജിന്നിനെ കണ്ടതും ജെക്കയും യൂങ്കിയും ജിമിനും ഒക്കെ ഷോക്കായി നോക്കുന്ന പോലെ തന്നെ ക്യാൻറ്റീനിലുള്ള ബാക്കി സ്റ്റുഡൻസും ഒക്കെ ഷോക്കായിട്ട് നോക്കുക. ആരുടെ ഈ ഹാൻസം ബോയ് എന്നുള്ള രീതിയിൽ. തയാങ്ക് തിരിഞ്ഞു നോക്കി ജിന്നാണെന്ന് അറിയുമ്പോൾ തയാങ്കിന് ഭയങ്കര റിലീഫാണ്. അതായത് നമ്മൾ ഭയങ്കര സാഡായിട്ടൊരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സമാധാനമല്ലേ. ഇങ്ങനെ തിരിഞ്ഞു നോക്കി ജിന്നാണ് വന്നത് എന്നറിയുമ്പോൾ തയാങ്ക് നേരെ കസാരയിൽ എഴുന്നേറ്റ് ഓടിപ്പോയി മുറുക്ക ജിന്നിനെ അങ്ങ് ഹഗ് ചെയ്യും. ഹഗ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കരയാണ്. ഇത്ര നേരം പിടിച്ചു വെച്ചിരുന്ന കരച്ചിൽ മൊത്തം അങ്ങ് ഹഗ് ചെയ്ത് കരയും. ജിനു ജിനു താങ്ക് യു സോ മച്ച് ജിനു. ജെക്കയുടെ കാര്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ തയാങ്കിന് എന്തോ സാഡായിട്ടിരിക്കുവായിരുന്നു. അതുകൊണ്ടാണ് അവൻ കരയുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ജിന്നാണ് എന്തിനാ കരയുന്നതെന്ന് ചോദിക്കാൻ പറ്റില്ല. ഇവനും തിരിച്ച് ഹക്ക് ചെയ്തിട്ട് തയാങ്കി ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് എടുത്തിങ്ങനെ ചുറ്റിനും ഇങ്ങനെ കറക്കും. ഇങ്ങനെ കറക്കുമ്പോഴേക്കും പെട്ടെന്ന് ജിന്നിങ്ങനെ ഹാപ്പി ആക്കുമ്പോഴേക്കും തയാങ്കിന്റെ മുഖത്ത് സങ്കടമൊക്കെ മാറി ഭയങ്കരമായിട്ട് ചിരിക്കും. ഒരു വശത്ത് ചിരിക്കുന്നത് കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്നത്. കാരണം ഭയങ്കര സങ്കടമായിട്ടിരിക്കലായിരുന്നു. പെട്ടെന്ന് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു പേഴ്സണെ കാണുമ്പോഴേക്കും ഫുൾ സങ്കടവും മാറ്റാൻ ഒരാൾ വന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചുറ്റും കറക്കിക്കൊണ്ടിരിക്കുകയാണ്. തയാങ്കാണെങ്കിൽ ഇങ്ങനെ ഓടിപ്പോയി അവനെ ഹഗ് ചെയ്യുന്നതും ജിന്നാണെങ്കിൽ ഇവനെ എടുത്ത് കറക്കുകയും ചെയ്യുന്ന കാണുമ്പോഴേക്കും ഭയങ്കര ഷോക്കാണ്. യൂങ്കിക്കും ജെക്കയ്ക്കും ജിമിനും എല്ലാം ഭയങ്കര ഷോക്കാണ്. ജെക്കയാണ് ഒരുമാതിരി കലിപ്പിലിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതാരുടെ ഇവൻ എന്നുള്ള രീതിയിൽ. ജെക്കയുടെയൊക്കെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരിക്കുന്ന ടേബിളില് പിള്ളേരെല്ലാരും ഭയങ്കര ഷോക്കായിട്ട് നോക്കിട്ട് ഓ മൈ ഗോഡ് ഇത് തയാങ്കിന്റെ ബോയ് ഫ്രണ്ടാ, ഓ എന്തൊരു ഹാൻസം ബോയ് ഫ്രണ്ട് ആണ്. ചുമ്മാ അതല്ല, ഈ കോളേജ് മുഴുവനും തയാങ്കിന്റെ പുറകെ നടന്നിട്ട് ആർക്കും ഒക്കെ പറയാൻ ഇത്ര ഹാൻസം ആയിട്ടൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെ നോക്കും. അയ്യോ ക്യൂട്ട് കപ്പിൾ, നൈസ്, അയ്യോ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് പലരും പല ഗോസിപ്പ് പറഞ്ഞോണ്ടിരിക്കും. ഇതെല്ലാം നമ്മുടെ ജെക്കയുടെ ചെവി വീഴുന്നുണ്ട്. ജെക്കയുടെ മുഖ എക്സ്പ്രഷൻ എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ മാറുകയാണ്. ഇവനിങ്ങനെ മാറുന്നതെല്ലാം ജിമിനും നോക്കുന്നുണ്ട്. ജെക്കെ ഭയങ്കര കലിപ്പായിട്ട് നിൽക്കുക. യൂങ്കി ആരടാൻ? എനിക്കറിയത്തില്ലടാ, ഞാനിപ്പോഴാ കാണുന്നത്. തയാങ്ക് പറഞ്ഞിട്ടുള്ള അറിവ് പോലും ഇല്ല. തയാങ്കിനെ ഇത്രയും അധികാരമായിട്ട് ഹഗ്ഗൊക്കെ ചെയ്യുന്നു. ഞാനിതിനു മുമ്പ് തയാങ്ക് ഇത്രയും ക്ലോസ് ആയിട്ട് ആരുമായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. നീ എങ്ങനെ കാണാനാ? തയാങ്ക് ആരുമായിട്ടും ക്ലോസ് ആകാൻ നീ വിടത്തില്ലല്ലോ. അതേസമയം ഇവിടെ ജിന്നിന്റെയും തയാങ്കിന്റെയും കാര്യം പറയണ 2 പേരും കൂടെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. ജിന്നെന്ത് നേരെ തയാങ്കിനെ താഴെ നിർത്തിയിട്ട് കരഞ്ഞോണ്ടിരിക്കല്ല, കണ്ണീരെല്ലാം ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോഴേക്കും പിള്ളേരെല്ലാം അവിടെ കിടന്ന് ഒച്ച വെക്കുകയാണ്. കാരണം ഇവര് കപ്പിൾസ് ആന്നുള്ള രീതിയിൽ. ജിന്ന് ചുറ്റിനും ഇങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ ജെക്കനെ കാണുമ്പോൾ ജെക്കനെ ഒരുമാതിരി കളിയാക്കി ഒരു ചിരിച്ചിരിക്കും. ചിരിച്ചിട്ട് നേരെ എന്ത് ചെയ്യും, നമ്മുടെ തയാങ്കിന്റെ ഫ്രണ്ടിലത്തെ മുടി ഇങ്ങനെ പൊക്കിയിട്ട് നെറ്റിയിൽ ഒരു കിസ് ചെയ്യും. ഇത് കാണുമ്പോൾ ജെക്കയ്ക്ക് ഭയങ്കരമായിട്ട് പൊളിയാണ്. കാലിൽ വന്നിട്ട് വയ്യ. ഇങ്ങനെ കിസ് ചെയ്തതിനുള്ള പിള്ളേരെല്ലാം വാവ് എന്ന് പറഞ്ഞ് ഒച്ച വെച്ച് ക്ലാപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യാണ്. എല്ലാരും വിചാരം ഇവര് കപ്പിളാണെന്നല്ലേ. ഇങ്ങനെ പിള്ളേരെല്ലാം ഒച്ച വെക്കുമ്പോഴാണ് തയാങ്ക് ചുറ്റിനും ശ്രദ്ധിക്കുന്നത്. ചേ ജിൻ നീ എന്താ കാണിച്ചത്? ഇങ്ങനെ കൈ വലിച്ചോണ്ട് നേരെ ജെക്കയുടെയൊക്കെ എടുത്തോട്ട് വരും. യൂങ്കി ആണെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ട് ഇത് ആരാണെന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. പക്ഷെ ജെക്ക ഭയങ്കര കലിപ്പായിട്ടാണ് ജിന്നിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവർ 2 പേരും നേരെ അവിടെ വന്ന് ഓപ്പോസിറ്റ് കസാരയിരിക്കും. ജെക്കെ യൂങ്കി ഇത് എന്റെ ബ്രോ എന്ന് പറഞ്ഞ ബ്രദർ ആണ് എന്ന് പറയാൻ വരുമ്പോഴേക്കും ജിൻ നേരെ കയറി വന്നിട്ട് സീനിയർ, ഞാനിവന്റെ സ്കൂൾ സീനിയറാണ്. അതുമല്ല എന്റെ ബ്രദറിന്റെ കൂടെയാണ് ഇവൻ പഠിച്ചത്. ഞങ്ങൾക്ക് ഒരു 10-15 വർഷമായിട്ട് അറിയാം. ബ്രദർ അല്ല സീനിയർ ആണ് എന്ന് പറഞ്ഞപ്പോഴേക്കും തയാങ്ക് ഒരുമാതിരി ഷോക്കായിട്ട് ഇങ്ങനെ ജിന്നിനെ നോക്കാണ്. ഇവൻ എന്തിനാ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്നുള്ള രീതിയിൽ. ജിന്നാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്ത് ജെക്കയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി അങ്ങ് അടിച്ചു വിട്ടോണ്ടിരിക്കുക. കാരണം തയാങ്കിനെ ഒരുമാതിരി സങ്കടപ്പെടുത്തിയില്ല, അതിനുവേണ്ടി അങ്ങ് അടിച്ചു വിട്ടോണ്ടിരിക്കുക. യൂങ്കി ജെക്കെ ജിമിൻ അല്ലെ, നിങ്ങളെ എല്ലാവരും എനിക്കറിയാം. തയാങ്ക് എല്ലാരെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാണ് കപ്പിളല്ലേ എന്ന് പറഞ്ഞിട്ട് ജെക്കേനെയും ജിമിനെയും നോക്കി പറയും. ജിമിൻ ചാടിക്കറി പറയും, ജസ്റ്റ് ഇതെന്റെ സീനിയറാ,
അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓ സോറി തയാങ്ക് പറഞ്ഞിട്ടുള്ള സ്റ്റോറി വെച്ചിട്ട് ഞാനത്തെ നിങ്ങൾ കപ്പിൾസ് ആയിരിക്കുമെന്ന്. സോറി, ഐ എം വെരി സോറി. അത് പിന്നെ പേരെന്തായിരുന്നു? ജിൻ. ഓ ജിൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓ താങ്ക് യു, എല്ലാവരും എന്നോട് പറയാറുണ്ട്. ഓ ആണോ? പിന്നെ നിങ്ങൾ തമ്മിൽ ബ്രദറിന്റെ കൂടെ പഠിച്ച തയാങ്ക്, നിങ്ങൾ തമ്മിൽ ഇത്രയും സിങ്ക്? ഓ അതോ, ഞാനും തയാങ്കും അപ്പുറം ഇപ്പുറത്താണ് വീട്. അത് ജസ്റ്റ് ഒരു മതിലപ്പുറം ഇപ്പുറം. എന്റെ ബ്രദറിന്റെ കൂടെയാണ് പഠിച്ചത്. ഞങ്ങൾ ഫാമിലി നല്ല ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫാമിലിയിലെ എല്ലാവരെക്കാട്ടിലും കമ്പനി ഞങ്ങളുണ്ട്, അല്ലേടാ? ഓ ജിൻ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊച്ചിലോട്ട് ഞങ്ങൾ നല്ല കൂട്ടാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേക്കും ഇവൻ സ്കൂളിലാണ് പഠിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടാകുമ്പോഴേക്കും നേരെ വീട്ടിലോട്ട് പോകും. ഇവനും സ്കൂൾ കഴിഞ്ഞ് വരും. ഞങ്ങൾ രണ്ടും കൂടെ പിന്നെ എന്റെ മുറിയിലാണ് അടിച്ചു പൊളിക്കും. ചെല്ലുന്ന ദിവസം തന്നെ ഹോംവർക്ക് കാര്യങ്ങൾ അസൈൻമെന്റ് എല്ലാം തീർക്കും. പിറ്റേ ദിവസം ശനി ഞായറും 2 ദിവസം ഞങ്ങൾ രണ്ട് അടിച്ചു പൊളിക്കും. പകൽ ഫുൾ അവിടെ ഇവിടെയൊക്കെ പോകും. വൈകിട്ട് വീട്ടുകാർ കാണാത്ത സാധനമൊക്കെ മേടിച്ച് റൂമിൽ കൊണ്ടുവച്ച് അടിച്ച് നൈസ് കമ്പനിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ബോണ്ടിങ് ആണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള നിമിഷങ്ങളാണ്. ഞങ്ങൾക്ക് എപ്പോഴും പരസ്പരം ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം, അല്ലേടാ? ഏയ് ജിൻ എന്ന് പറഞ്ഞിട്ട് തയാങ്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം തയാങ്ക് ഒരു 2-3 മാസമായിട്ട് ഭയങ്കര സാഡായിട്ട് ഒരുമാതിരി വല്ലാത്ത ഹെഡ് പെയിൻ ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തയാങ്ക് ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് തയാങ്ക് വിത്തിൻ സെക്കൻഡ്സിലുണ്ട് ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഭയങ്കര ഷൈ ആയിട്ടിരിക്കുന്ന തയാങ്കിനെ നോക്കി ജേക്ക് ഒരുമാതിരി ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഒരു 10 മിനിറ്റ് മുമ്പ് ഇവൻ എന്തുമാത്രം സാഡായിരുന്നു. ഇത്രയും ഹാപ്പി ആക്കാനായിട്ട് ഈ മറ്റവനെ കൊണ്ട് പറ്റുന്നുണ്ടോ? അപ്പൊ ഇവന്റെ ജീവിതത്തിൽ എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആയിരിക്കും അവൻ എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ജിന്ന് പറഞ്ഞ സ്റ്റോറി എല്ലാം സത്യമാണ്. കാരണം ഇവര് ബ്രദേഴ്സ് അല്ലേ. ഒരു വെക്കേഷൻ ആകുമ്പോൾ ഇവർ രണ്ടുപേരും കൂടാണ് വീട്ടിലെ കള്ളത്തരങ്ങളും മണികളും ഒക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഒന്നിച്ച് റൂമിലൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു പോകുന്നത്. ജിന്നാണ് എല്ലാവരുടെയും വർത്താനം പറഞ്ഞിട്ട് നേരെ നമ്മുടെ തയാങ്കിന്റെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എടുത്തും കുടിക്കും. തയാങ്ക് കുടിച്ചിട്ട് വെച്ചല്ല, അതിന്റെ ബാക്കി എടുത്ത് കുടിക്കും. തയാങ്ക് ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല. കാരണം ഇവര് ബ്രദേഴ്സ് അല്ലേ, ഇവർക്ക് ഓൾറെഡി അങ്ങനെ ശീലമായതല്ലേ. പക്ഷെ ജെക്കെയും യൂങ്കിയൊക്കെ ഒരുമാതിരി ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ജിൻ കുടിച്ചു തീർന്നതും ബാക്കി എടുത്ത് തയാങ്ക് കുടിക്കും. തയാങ്കിന്റെ ലിപ്പിലൊക്കെ പറ്റിയേക്കുമ്പോഴേക്കും ജിന്നാണെങ്കിൽ ഭയങ്കര കൂളായിട്ട് തുടച്ചു കൊടുക്കുന്നു, ഡ്രസ്സൊക്കെ നേരെയാക്കി കൊടുക്കുന്നു. ഭയങ്കര കെയറിങ്, ഓവർ കെയറിങ് ആണ്. ഇത് കണ്ടിട്ട് 3 പേരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരെല്ലാം ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ബോയ് ഫ്രണ്ട് ആണ്, തയാങ്കിന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്നുള്ള രീതിയിൽ. ജെക്കെയാണ് ഭയങ്കരമായിട്ട് ഒരുമാതിരി കലിപ്പാണ് വരുന്നത്. കാരണം ജെക്കെക്ക് ഓൾറെഡി ഇഷ്ടമല്ല തയാങ്ക് ആരുമായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും ജെക്ക് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി, എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ, എനിക്ക് അവനോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ശരി നിങ്ങൾ പോ. താങ്ക് കഴിയുമ്പോൾ വിളിച്ചാൽ മതിയടാ. ശരി ജെക്കെ, ജിമിൻ, യുങ്കി ബൈ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കൈ പിടിച്ച് എഴുന്നേറ്റ് അങ്ങ് നടന്നു പോകും. ജിന്നാണെങ്കിൽ അങ്ങ് തയാങ്കിന്റെ തോളിൽ കൂടെ ഒക്കെ കൈയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരുടെ വർത്താനം പറഞ്ഞ് ക്യാൻറ്റീൻ ഇറങ്ങി അങ്ങ് പോകും. ജെക്കെയാണ് ഒരുമാതിരി കലിപ്പായിട്ട് ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുക. ആരാടാ ഇവൻ? എനിക്ക് അവനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. താങ്കുമായിട്ട് ഇത്രയ്ക്കും ക്ലോസ് ആകുന്നത് അവന്റെ കളി കണ്ടെത്തുന്നു അവന്റെ ബോയ് ഫ്രണ്ട് ആണോ തോന്നുന്നു. ഇതെങ്ങാനുമാണ് അവന്റെ ബോയ് ഫ്രണ്ട് എങ്കിൽ താങ്കിന്റെ ലെക്കാണ്. കാരണം കണ്ടോ, കറക്റ്റ് ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണ്, നല്ല കെയറിങ് ആണ്. പിന്നെ ജെക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ദിവസം തയാങ്ക് എന്നോട് പറഞ്ഞില്ലേ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളെ അടുത്ത് വരുമ്പോഴേക്കും അവന് ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്ന ഫീലിങ്സ് ആണോ എന്നറിയില്ല. ഇനി ഇയാളെ ഉദ്ദേശിച്ചാണോ അവൻ ചോദിച്ചത്? അതെനിക്കെങ്ങനെ അറിയാനാ? അവൻ വരുമ്പോഴായിട്ട് നീ തന്നെ അങ്ങോട്ട് ചോദിച്ചു നോക്ക്. ഇതൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ജെക്കെ ഭയങ്കര കലിപ്പായിട്ട് നിൽക്കുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒരുമാതിരി മുഖമൊക്കെ ഭയങ്കര ദേഷ്യമാക്കി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ജിന്നും തയാങ്കും കൂടെ ക്യാൻറ്റീനിൽ പുറത്തിറങ്ങിയതും ജിന്നിന്റെ ക്യാരക്ടർ ഫുള്ള് അങ്ങോട്ട് മാറങ്ങോട്ട്. ഒന്ന് തയാങ്ക് ഭയങ്കര ചിരിച്ചിട്ട് പറയും, നീ എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാണിച്ചത്? ഭയങ്കര ഓവർ സ്മാർട്ട് ആയിരുന്നു. പിന്നല്ല, ഞാൻ വരുമ്പോഴേക്കും നീ അറിഞ്ഞോണ്ടിരിക്കുന്നു, ഞാൻ വെറുതെ വിടുവോ? അവനിട്ട് ഒരു പണി കൊടുക്കും. എന്തോ അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ലടാ നിന്റെ അടുത്ത് ഞാൻ ക്ലോസ് ആവുന്നേക്ക്. അവൻ ഒരുമാതിരി കലിപ്പായിട്ട് എന്നെ നോക്കിയത്. ജെക്കെ എങ്ങനെയാടാ? ഞാൻ ആരുടെടുത്തും ക്ലോസ് ആവുന്ന അവൻ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. എന്ന് വെച്ചിട്ട് അവൻ എന്നോട് ഫീലിങ്സ് ഉണ്ടോ എന്നൊന്നും നീ വിചാരിക്കില്ല. ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ജിമിൻ പറഞ്ഞത് എന്താ, അവർക്കിടയിൽ ഒന്നുമില്ല എന്നല്ല പറഞ്ഞത്. അപ്പൊ ചിലപ്പോ ഒന്നും കാണത്തില്ലടാ. ഹേയ്, നീ എന്താ പറയുന്നത്? ഞാൻ പിക്ക് കണ്ടേടാ. ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. നമ്മൾ എന്തിനാ അതൊക്കെ പറഞ്ഞിട്ട് വെറുതെ എനിക്ക് സങ്കടാവും. സങ്കടാവും. അത് പിന്നെ ഞാൻ വന്നപ്പോഴേക്കും മുഖം ഭയങ്കരമായിട്ട് വീർപ്പിച്ച് വെച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ കരയുമെന്നുള്ള രീതിയിൽ എന്നെ ഹഗ് ചെയ്ത് ഭയങ്കര കരച്ചിലായിരുന്നല്ലോ. എനിക്ക് എപ്പോഴും മനസ്സിലായി അവിടെ എന്തോ നടന്നിട്ടുണ്ടെന്ന്. എന്താ നടന്നത്? പറയുന്നു പറഞ്ഞിട്ട് ജിന്ന് എന്ത് ചെയ്യും, തയാങ്കിന്റെ കൈ പിടിച്ച് നേരെ വലിച്ചുകൊണ്ട് ക്യാൻറ്റീന്റെ തൊട്ടപ്പുറത്തൊരു മരമുണ്ട്. ആ മരച്ചോട്ടിലാണ് ഇങ്ങനെ ഇരിക്കാനായിട്ട് കോളേജിലൊക്കെ ഇടത്തില്ല, അതുപോലൊരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൽ പോയി തയാങ്കിനെ പിടിച്ചിരുത്തി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു പറഞ്ഞിട്ട് ജിന്ന് എന്ത് ചെയ്യും, നേരെ തയാങ്കിന്റെ മടിയിലോട്ട് കിടക്കും. അതായത് തയാങ്ക് ഇരിക്കുമ്പോഴേക്കും മലന്ന് കിടക്കും. രണ്ടുപേരെ ഫേസ് തമ്മിൽ നേരെ നേരെ വരുന്ന രീതി. എന്നിട്ട് എത്ര ദൂരം കാർ ഓടിച്ചെന്നറിയോ? എന്റെ നടുവെല്ലാം വേനെടുത്തിട്ട് വയ്യ. സാരമില്ല, നീ പറയുമെന്ന് അറിയും. എന്ത് പറയാനാടാ, ക്യാൻറ്റീനിൽ വന്നിരുന്നപ്പോ തൊട്ട് എനിക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് വന്നാൽ മതി എന്നായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. നീ ഒരു
മിനിറ്റും കൂടെ താമസിച്ചു വന്നിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ കരഞ്ഞു പോയേനെ. അതുപോലെ സിറ്റുവേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അതായത് ജിമിൻ വന്നിട്ട് ജങ്കുക്കാന്ന് വിളിച്ചതും ഷെയ്ക്ക് ഓർഡർ ചെയ്തതും അവരുടെ പിക്ക് കണ്ടതും ഇങ്ങനെ ഹോസ്റ്റലിലോട്ട് വന്ന് താമസിക്കുക, നമുക്ക് രണ്ടുപേർക്ക് ഹഗ് ചെയ്ത് കിടക്കാൻ, നൈറ്റ് പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് താങ്ക് ഭയങ്കരമായിട്ടും കരയാണ്. ഇങ്ങനെ കരയുന്ന കാണുമ്പോഴേക്കും ജിൻ അവിടെ കിടന്നിട്ട് തന്നെ ഇങ്ങനെ മുഖത്ത് പിടിച്ചിട്ട് അറിയും, നീ കരയണ്ടടാ, നമുക്ക് നോക്കാം അവന് നിന്നെ ഇഷ്ടമാണോ അല്ലയോ നോക്കാം. നീ അവന്റെ അടുത്ത് നിന്റെ ഫീലിങ്സ് ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അറിയുന്ന? ജിമ്മിൻ പോലും പറഞ്ഞ കേട്ടില്ല അവർക്കിടയിലും യാതൊന്നും ഇല്ലാന്ന്. പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് എന്ത് വരട്ടെ എന്ന് വെച്ചിട്ട് നിന്റെ ഫീലിങ്സ് അങ്ങ് തുറന്നു പറ. അത് പിന്നെ ജിൻ താങ്ക് യു, നീ പറയടാ, ഹോസ്റ്റൽ റൂമിൽ നിങ്ങൾ രണ്ട് മാത്രമല്ലേ ഉള്ളൂ, നീ അവരുടെ അടുത്ത് പറ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഒരു ഫീലിങ്സ് ഉണ്ട്, നിനക്ക് എന്നെ ഇഷ്ടം അല്ലെങ്കിൽ ഓക്കെ എന്ന് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലൊന്നും ഒരു പ്രശ്നം വരരുത് എന്നുള്ള രീതിയിൽ നീ പറ. നീ അവരുടെ അടുത്ത് പറയാതെ അവനെങ്ങനെ അറിയാനാ? ഞാനും അത് തന്നെ ഓർക്കുന്ന ജിൻ, എത്ര നാൾ ഞാനിങ്ങനെ സങ്കടപ്പെടും. അവന് ജിമ്മിനെ ഇഷ്ടമാണെങ്കിൽ ഓക്കെ, എന്റെ മനസ്സിൽ നീ സങ്കടം മാറുമല്ലോ. അതാ പറഞ്ഞ, നീ ഇന്ന് പറ. പറയാം, എന്തായാലും ഞാൻ ഇന്ന് പറയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. ഇവനിങ്ങനെ കരയുന്ന കാണുമ്പോഴേക്കും ജിൻ ഇങ്ങനെ കവിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, കരയണ്ടടാ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതേ സമയം ക്യാൻറ്റീനിൽ നമ്മുടെ ചേക്കേക്ക് ഒരുമാതിരി കലിപ്പാവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉടനെ വാടാ നമുക്ക് ക്ലാസ്സിൽ പോവാം. നീ എന്താ ഷേക്ക് കുടിച്ചില്ലല്ലോ, വാടാ. ജിം, നീ ക്ലാസ്സിൽ പോക്കോ, ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നീ വന്നാൽ മതി. ശരി ജങ്ക എന്ന് പറഞ്ഞിട്ട് ജിമ്മിൻ അങ്ങ് പോവും. യോങ്കിയും ജെക്കയും കൂടെ നടന്നു വരുമ്പോഴേക്കും കാണുന്ന കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തയാങ്കിന്റെ മടിയിൽ ജിന്ന് കിടക്കുന്നു. തയാങ്ക് ഇങ്ങനെ കുനിഞ്ഞെടുക്കുമ്പോഴേക്കും ഇവൻ കണ്ണെല്ലാം തുടച്ചു കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് ജെക്കയ്ക്കാണെങ്കിൽ ഭയങ്കര കലിപ്പായിട്ടും കൂടെ നേരെ വരും. ജെക്കയ്ക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തയാങ്ക് ആരുടെ ക്ലോസ് ആണെന്ന് ഇഷ്ടമല്ല. നേരെ കലിപ്പായിട്ട് വന്നിട്ട് തയാങ്ക്. ജിന്നും തയാങ്ക് ഷോക്കായിട്ട് ഇങ്ങനെ നോക്കും. ജിന്ന് ചാടയുണ്ട്. ജെക്കെ താങ്ക്, ക്ലാസ് ഉണ്ടല്ലോ, ഞാനും യോങ്ങിയും ക്ലാസ്സിലോട്ട് പോവാം. നീ ക്ലാസ് വരുന്നില്ലേ? വാടാ. ജിൻ, എനിക്ക് ക്ലാസ് ഉണ്ടോ, ഞാൻ ക്ലാസ്സിലോട്ട് പോവാം. ക്ലാസ് ഉണ്ടോ? അടുത്തവരെന്താ? മാത്സ്. മാത്സ് ആണോ? ബൈ, എന്നാ പിന്നെ കാണാം. ശരി ജിൻ, ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യോങ്കിയും ജെക്കയും തയാങ്കും കൂടെ നേരെ ക്ലാസ്സിലോട്ട് പോകും. ക്ലാസ്സിൽ ചെന്നിരുന്നതും ജെക്ക ഒരുമാതിരി കലിപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തയാങ്കും ഒന്നും ചോദിക്കത്തില്ല, ജിമ്മിനും ഒന്നും ചോദിക്കത്തില്ല. ജെക്കെ കലിപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും പ്രൊഫസർ ക്ലാസ്സിലോട്ട് വരും. വന്നത് വേറെ ആരുമല്ല, നമ്മുടെ ജിന്നാണ്. ജിന്നിനെ കണ്ടതും ജെക്ക് ഭയങ്കര ഷോക്കായിട്ട്, എന്ത് ഇവൻ പ്രൊഫസറാണോ? ജിന്നിനെ കണ്ടതും തയാങ്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ട് പറയാം, അത് ഞങ്ങൾക്ക് പ്രൊഫസറാ. ഇത് കണ്ടിട്ടാണെങ്കിൽ യോങ്കിക്കും ജെക്കും ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ അതിനെക്കാട്ടിൽ സർപ്രൈസ്. ഓൾറെഡി കോളേജ് മൊത്തം ചെറുതായിട്ടൊരു ഗോസിപ്പ് പോലെ വന്ന് തയാങ്കിന്റെ ബോയ് ഫ്രണ്ട് കാണാൻ വന്നത് ഇപ്പതേ പ്രൊഫസറായിട്ട് വരുന്നതാണ് പിള്ളേരെല്ലാം. ഇത് മറ്റേ നമ്മുടെ തയാങ്കിന്റെ ബോയ് ഫ്രണ്ട് അല്ല, ഇത് പ്രൊഫസറാണ്. സൂപ്പർ കപ്പിളായിരിക്കുമല്ലോ അവര്. അവനും സൂപ്പറായിട്ട് പഠിക്കും, പ്രൊഫസർ ആണ് ബോയ് ഫ്രണ്ട്, സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പിള്ളേരെല്ലാം ഇങ്ങനെ ഗോസിപ്പ് പറഞ്ഞോണ്ടിരിക്കും. ഇതെല്ലാം ജെക്കെ കേൾക്കുന്നുണ്ട്. ജെക്കയ്ക്ക് ഒരുമാതിരി ഇങ്ങനെ ദേഷ്യമാണ്. ജിന്നാണ് നേരെ ക്ലാസ്സിലോട്ട് വന്നിട്ട് ചിരിച്ചിട്ട്, ഹായ് സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ പുതിയ പ്രൊഫസറാണ്, മാത്സ് പ്രൊഫസർ. നിങ്ങൾ ഇത്ര നാള് മാത്സ് എടുത്തോണ്ട് ഇന്ന് ടീച്ചർ ഡെലിവറിയുടെ ആവശ്യത്തിന് വേണ്ടി ലീവ് എടുത്തോണ്ട് പകരം വന്നതാണ് ഞാൻ. ഇന്ന് ഫസ്റ്റ് ക്ലാസ് അല്ലേ, ടൈം പോകുമ്പോൾ നമുക്ക് എല്ലാവരെയും വഴിയെ പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ട് ടേബിളിൽ നിന്ന് പതുക്കെ നടന്ന് നമ്മുടെ തയാങ്കിന്റെ ഒക്കെ ബെഞ്ചിലോട്ട് വരും. അടുത്തോണ്ട് തയാങ്ക്, സാർ എഴുന്നേക്ക്. എഴുന്നേക്ക്, എന്നിട്ട് ഫസ്റ്റ് ബെഞ്ച് വന്നിരിക്കും. ജിൻ, കോൾ മീ സാർ. സോറി സാർ, ഇത് എൻ്റെ സീറ്റ് ഇവിടെയാണ്. ഓക്കെ ആയിക്കോട്ടെ, ഇനി തൊട്ട് എൻ്റെ പേര് ഫ്രണ്ടിലിരുന്നാൽ മതി. പ്ലീസ് സാർ. നോ വേ, ബാബാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തയാങ്കിനെ ജേക്ക് എടുത്തൊന്ന് വിളിച്ച് നേരെ ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തും. ജേക്കാണ് കല്ലി വന്നിട്ട് ഒരുമാതിരി ദേഷ്യമായിട്ട് ജിന്നിനെ ഇങ്ങനെ നോക്കാണ്. തയാങ്കിനെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല, എന്നാലും പതുക്കെ വന്നിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കും. ജിന്ന് നേരെ വന്ന് പോർട്ടിന്റെ അവിടെ നിന്ന് മറ്റേ ടീച്ചർ എവിടെ വരാണ് പഠിപ്പിച്ച് നിർത്തിയെന്നൊക്കെ പിള്ളേരോട് ചോദിച്ചിട്ട് ബാക്കി പഠിപ്പിക്കാൻ തുടങ്ങും. ഇങ്ങനെ പഠിപ്പിച്ചിട്ട് അവസാനം എന്ത് ചെയ്യും, എല്ലാവർക്കും മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് നേരെ നമ്മുടെ തയാങ്ങിന്റെ അടുത്ത് വരും. തയാങ്ങിന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഡെസ്കിന്റെ അവിടോട്ട് കൈവച്ച് ക്ലോസ് ആയിട്ട്, അതായത് ബാക്കിൽ നിന്ന് ഹഗ് ചെയ്യുന്ന പോലെ ക്ലോസ് ആയിട്ട് വന്നിട്ട്, താങ്ക് യു, നിനക്ക് മനസ്സിലായോ, ഇത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് ഡൗട്ടൊക്കെ. ഈ ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാം ഒരുമാതിരി ചിരിക്കോ, ബോയ് ഫ്രണ്ടിന് പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവനിങ്ങനെ ഇത്രയും ക്ലോസ് ആയി നിൽക്കുന്ന കാണുമ്പോൾ പുറകെ ഇരിക്കുന്ന നമ്മുടെ ജെക്ക് ഒരുമാതിരി ഇങ്ങനെ കളിപ്പാവാണ്. യോഗി, എനിക്ക് സത്യമായിട്ട് ഭയങ്കര കലിപ്പായിട്ട് വരുന്നുണ്ട്. ഇവൻ താങ്കുമായിട്ട് ഭയങ്കര ഓവറായിട്ടും ക്ലോസ് ആവുന്നുണ്ട്. വല്ല പിള്ളേരും എല്ലാവരും പിടിച്ച് നല്ല ഇടിക്കായിരുന്നു. പണ്ടാരോടങ്ങാട്ട് പ്രൊഫസറും ആയിപ്പോയി. ജെക്കെ കൂൾ ജെക്കെ കൂൾ. വൈകിട്ട് താങ്ക് ഹോസ്റ്റലിൽ വട്ടെ നമുക്ക് അവനോട് ചോദിക്കാം. ഇനി എല്ലാരും പറയുന്ന പോലെ ബോയ് ഫ്രണ്ട് വല്ല ആണെങ്കിലോ? ബോയ് ഫ്രണ്ട് ഒന്നും ആയിരിക്കത്തില്ലടാ. ആണെങ്കിൽ താങ്ക് നമ്മളടുത്ത് പറയാതിരിക്കത്തൊന്നുമില്ല. ഇനി അവന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടം കാണുമായിരിക്കും. താങ്കിന്റെ മനസ്സിൽ അങ്ങനൊന്നുമില്ല.
അത് നിനക്ക് ഇത്ര ഉറപ്പായിട്ട് അങ്ങനെ അറിയാം? അത് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. നമുക്ക് വൈകിട്ട് ചോദിക്കാമല്ലോ. ചോദിക്കാം. യുങ്കിയും ജെക്കയും കൂടെ വൈകിട്ട് തയാങ്ക് ഹോസ്റ്റലിൽ വരുമ്പോഴേക്കും ജിൻ ആരാണ്, ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. തയാങ്ക് ആണെങ്കിൽ ജിമിനുമായിട്ട് എന്താണ് ജെക്കയ്ക്ക് റിലേഷൻഷിപ്പ്, എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ടൈമൊക്കെ സ്കിപ്പായി കോളേജ് എല്ലാം കഴിഞ്ഞിട്ട് തയാങ്ക് ഫ്രണ്ട് ബെഞ്ചിലല്ലേ ഇരിക്കുന്നത്. ജെക്കെ പെട്ടെന്ന് തയാങ്കിന്റെ അടുത്തോട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ജിൻ വരും. താങ്ക്, കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, അപ്പം നമുക്ക് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാം. ജെക്കെ നീ യോങ്കി പൊക്കോ, തയാങ്കിനെ ഞാൻ കൊണ്ടുവിട്ടോളാം. ജെക്കാണ് കല്ലി വന്നിട്ട് തയാങ്കിനെ നോക്കി ദഹിപ്പിച്ചോണ്ടിരിക്കുകയാണ്. തയാങ്ക് പക്ഷെ ഒന്നും മിണ്ടാതെ കൂളായിട്ട് അങ്ങ് പോകും. ജിന്നിനൂടെ തയാങ്ക് പോകുന്ന കാണുമ്പോഴേക്കും ജെക്ക് ഭയങ്കര കളിയായിട്ട് ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുക. എന്നിട്ട് നേരെ യോങ്കി എടുത്തിട്ടുണ്ട്. വടാളിയാ, നമുക്ക് ബാറിൽ പോകും. ബാറില്ല, ഇത്ര നേരത്തെയാ? തയാങ്കില്ലാതെയാ? ഓ, അവനെ കൊണ്ടുവരാൻ ഇപ്പൊ പുതിയ ആളൊക്കെ ഉണ്ടല്ലോ, അവൻ ഹോസ്റ്റലിലോട്ട് വന്നോളൂ. അപ്പം നമുക്ക് ഞാൻ ജിമിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ ഫോൺ എടുത്തിട്ട് ജിമിനെ വിളിക്കും. ഹലോ സീനിയർ. ജിമിന, നീ ബാറി വരുന്നോ? ബാറില്ല? ബാറി വരുന്നോ? വരുന്നു. അന്ന ബാ, ഞാൻ കോളേജിന്റെ ഫ്രണ്ട് ആയിട്ട് കാണും. ഞാൻ യോങ്കിയുണ്ട്. താങ്ക്. ഓ, അവനില്ല. ഓ ശരി ശരി ശരി, ഞാൻ വരാം. അങ്ങനെ അവര് മൂന്നുപേരും കൂടി ട്രിപ്പിൾ അടിച്ച് നേരെ ബാറിലോട്ട് പോവാണ്. ബൈക്ക് ഓടിക്കുന്ന ജെക്കെ തൊട്ട് പുറകെ ജിമിൻ, അതിന്റെ പുറകെ യോങ്കി, ഇങ്ങനെ മൂന്നുപേരും കൂടെ ഇരുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചൊക്കെയാണ് പോകുന്നത്. ഇവര് മൂന്നുപേരും കൂടെ ഇങ്ങനെ പോകുമ്പോഴേക്കും റോഡ് സൈഡിൽ വെച്ച് തയാങ്കും ജിന്നും ഇവര് പോകുന്നത് കാണും. ഇങ്ങനെ ജിമിനും ജെക്കയും കൂടെ ക്ലോസ് ആയിട്ടിരുന്ന് പോകുന്ന കാണുമ്പോൾ തന്നെ തയാങ്ക് അങ്ങ് ഭയങ്കര സാഡാവും. ഇവനിങ്ങനെ സാഡാകുന്ന കണ്ട് ജിൻ, നീ എന്തിനാ ഇപ്പൊ അത് കണ്ടിട്ട് സാഡാകുന്നത്? ഇന്ന് നൈറ്റ് എന്തായാലും ഒരു തീരുമാനം ആവുമല്ലോ, പിന്നെ നീ അത് ഓർത്ത് സാഡാണ്ട. ഇപ്പൊ നീ ഫുഡ് കഴിക്കുന്നു പറഞ്ഞിട്ട് അവർ രണ്ടും കൂടെ ഫുഡ് കഴിക്കും. ഇവര് നേരെ ബാറിൽ പോയി വെള്ളം അടിക്കും. ഇങ്ങനെ ടൈം സ്കിപ്പായി നൈറ്റ് ആവും. ജിൻ എന്ത് ചെയ്യും, നേരെ തയാങ്കിനെ റൂമിൽ കൊണ്ടാക്കും. തയാങ്കാണ് റൂമിൽ വന്നിട്ട് ഡോറൊക്കെ അടച്ച് നേരെ പോയി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ കട്ടിലിരിക്കുകയാണ്. കട്ടിലിരിക്കുമ്പോഴേക്കും അടുത്തൊരു ബുക്കുണ്ട്. ആ ബുക്ക് തുറന്ന് നോക്കുമ്പോഴേക്കും അതിനകത്ത് തയാങ്കും ജെക്കയും കൂടെ ഉള്ള ഫോട്ടോയാണ്. ആ ഫോട്ടോ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുകയാണ്. അവന് ഉള്ളിൽ ഭയങ്കര പേടിയുണ്ട്. ഇഷ്ടമാണെന്ന് പറയാൻ പോലെ ജെക്കെ അത് എങ്ങനെ എടുക്കും എന്നറിയത്തില്ല. ഒരുമാതിരി ഇങ്ങനെ പേടിച്ച് നിന്നിട്ട് ആ ഫോട്ടോ നോക്കിയിട്ട് ഭയങ്കര സാഡായിട്ട് പറയും, ജെക്കെ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇന്ന് നിന്റെ തയാങ്ക് നിന്നോട് പറയാൻ പോകുന്നത്. ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നീ ഒരിക്കലും എന്നെ വെറുക്കത്തില്ലല്ലോ അല്ലേ? നിനക്ക് എന്നെ ഇഷ്ടമല്ല, നിനക്ക് എന്നോട് ഒരു ഫീലിങ്സ് ഇല്ല എങ്കിൽ നീ അതിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞേക്കണം. നിനക്ക് ജിമിനെ ഇഷ്ടമെങ്കിലും നീ അതിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞേക്കണം. കാര്യം എന്റെ മനസ്സ് വല്ലാണ്ട് അങ്ങ് വേദനിക്കുന്ന, ഭയങ്കര വേദന. നീയും ജിമിനും ക്ലോസ് ആയി കാണുമ്പോ എല്ലാം എനിക്ക് അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിലും എന്നോട് തുറന്നു അറിയത്തില്ലേ ചെങ്കുക്ക? നീ ജിമിനോട് ചെങ്കുക്ക എന്ന് വിളിക്കാൻ പറഞ്ഞത് എനിക്ക് എന്തുമാത്രം സങ്കടമായി നിനക്കറിയോ? അതെനിക്ക് പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല നിന്നോട്. എനിക്കറിയാം നിനക്ക് ഫ്രണ്ടിന് മെയിൻലി എന്നോട് ഒരു ഫീലിങ്സ് ഇല്ലെന്ന്, പക്ഷേ എനിക്കറിയില്ല എനിക്ക് നിന്നോട് എപ്പോഴാണ് ഇങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനമാവും. ഞാൻ നിന്റെ അടുത്ത് ഇന്ന് എന്റെ മനസ്സിലുള്ള എല്ലാം പറയും. നിന്റെ തീരുമാനം എന്താണോ അത് നീ എന്നോട് പറയണം. പ്ലീസ് ജങ്ക, അടുത്ത് തുറന്നു പറയത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സാഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വശത്ത് ഭയങ്കര ടെൻഷനുണ്ട്, എന്ത് ചെയ്യും എങ്ങനെ പറയും എന്നുള്ളത്. മറ്റൊരു വശത്ത് ഭയങ്കര സാഡ്നെസ്സും ഉണ്ട്, എങ്ങനെ റിജക്ട് ചെയ്താ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. രണ്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഡോർ ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന സൗണ്ട് വെക്കും. ഹേയ് താങ്ക് സീനിയർ. ഇത് കേട്ടതും തയാങ്ക് ഭയങ്കര ഷോക്കായിട്ട് ഇത് ആരാന്നുള്ള രീതിയിൽ വന്ന് ഡോർ വെക്കുമ്പോൾ യോങ്കിയും ജിമിനും കൂടെ ജെക്കേനെ ഇങ്ങനെ താങ്ങി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ജെക്കയ്ക്ക് ഒരു ബോധമില്ല, വെള്ളം അടിച്ച് ഫിറ്റായി കിറങ്ങി ഇങ്ങനെയൊക്കെയാണ്. ഇത് കാണുമ്പോൾ തയാങ്കിന് ഭയങ്കര ഷോക്കാണ്. കാരണം മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയാനിരിക്കുമല്ലോ. അപ്പോഴേക്കും ഇങ്ങനെ ഈ പരുവത്തിലാണോ വന്ന് കയറുന്നത് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേക്കും താങ്ക് യു സോറി, അവൻ രണ്ടെണ്ണം അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഓവറായിട്ടുണ്ട്, നീ അവൻ അഡ്ജസ്റ്റ് ചെയ്തോണം, നീ ഉറങ്ങുമായിരുന്നു. അല്ല യോങ്കി എന്ന് പറഞ്ഞ് നേരെ എന്ന് ജെക്കനെ പിടിച്ചിട്ട് ജെക്കെ വാ ജെക്കെ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് ജെക്കനെ ഇങ്ങനെ തോളി ഇങ്ങനെ തയാങ്കി കിടത്തിയിരിക്കുകയാണ്. ജിമിൻ നീ എങ്ങനെ പോകും? യോങ്കി ഞാൻ കൊണ്ടാക്കോളാം. ശരി എന്നാ അവനെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നീ വാ. ശരി എന്നാ ഞാൻ ജെക്കനെ കിടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് തയാങ്ക് എന്തെങ്കിലും ഡോറങ്ങ് അടയ്ക്കും. ജെക്കൊക്കെയാണെങ്കിൽ ഒരു ബോധമില്ല, ആടി ഇങ്ങനെ വരുമോ. തയാങ്കിനാണെങ്കിൽ മനസ്സിൽ ദേഷ്യം വരുന്നുണ്ട്. ഒരു മാതിരി ഇഷ്ടമാണെന്ന് പറയുന്നപ്പോഴേക്കും ഇങ്ങനെ കുടിച്ചിട്ടൊക്കെയല്ലേ വന്നത്. എന്തിനാ ജെക്കെ നീ ഇത്രയും കുടിച്ചത്? നീ എനിക്ക് ഒരു സമാധാനം തരത്തില്ല. സമാധാനം? ഞാൻ എന്ത് ചെയ്ത് നിന്റെ സമാധാനം എടുത്തോണ്ട് പോയോ? ജെക്കെ പ്ലീസ് ഒന്ന് കിടക്ക. ഇല്ല, ഞാനിന്ന് കിടക്കുന്നില്ല, ഇന്ന് എനിക്ക് ഉറക്കമില്ല. തുടങ്ങിയ എന്താടാ നിനക്ക്? നീ വന്ന് കിടന്നേ. കള്ളു കുടിച്ചാലേ പിന്നെ നമ്മളെ കൂടെ ഉറക്കത്തില്ല. ഏയ് ജങ്കുക്ക വാടാ. എന്താ വിളിച്ച? ഒന്നും കൂടെ വിളിച്ചേ. എന്ത്? ഒന്നും കൂടെ വിളിക്കടാ ജങ്കുക്ക. ഈ വിളിയാണ് എല്ലാത്തിനും കുഴപ്പം. എന്ത് കുഴപ്പം? അത് പിന്നെ നീ ഇങ്ങനെ വിളിക്കുന്ന എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയോ? നീ കാരണമാണ് ഞാൻ കുടിച്ചത്. പിന്നെ ഇനി നീ കുടിച്ചത് ഞാൻ കാരണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ല സത്യം,
നീ കാരണം ഞാൻ കുടിച്ചത്. നിന്നോട് സംസാരിക്കാൻ, നിന്റെ മുഖത്ത് നോക്കി രണ്ടെണ്ണം പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുടിച്ചത്. തുടങ്ങി. എൻ്റെ പൊന്നെ, ഓരോ ദിവസം നിനക്ക് ഓരോ കഥയാണല്ലോ. അല്ല, ഇത് കഥയല്ല, സത്യം. നിന്നോട് സംസാരിക്കാൻ, നിന്റെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ, എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം നിന്നോട് പറയാം. അതിനു വേണ്ടി ഞാൻ കുടിച്ചത്. നിന്നോട് എൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയാൻ വേണ്ടിയാണ് ഞാൻ കുടിച്ചത്. ഹോ, നിന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എനിക്കറിയാം. നിനക്കൊന്നും അറിയത്തില്ല. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. പരിചയപ്പെട്ട നാള് മുതൽ നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സ്വാമി ജെക്കെ, പ്ലീസ്, എന്താണെങ്കിലും നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ട. നീ ഇപ്പം കിടന്നുറങ്ങും. ഓൾറെഡി നീ ഇപ്പം വന്നപ്പോൾ ടൈം 11:30 ആയിട്ടുണ്ട്. നീ ഇനി കഥയൊക്കെ പറഞ്ഞിരുന്നാലുണ്ടല്ലോ, എനിക്ക് ഉറങ്ങാനേ പറ്റത്തില്ല. ഇപ്പം നീ ഇവിടെ കിടക്കും, പ്ലീസ്. ഇല്ല, നമ്മളിന്ന് കിടക്കുന്നില്ല, നമ്മളിന്ന് ഉറങ്ങുന്നില്ല. എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ചെങ്കുക്ക, പ്ലീസ്, നാളെ മോർണിംഗ് നമുക്ക് സംസാരിക്കാം, പ്ലീസ്. നീ ഇപ്പം കിടക്ക്. ഇല്ല, ഞാൻ കിടക്കുന്നില്ല. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ കിടക്കുന്നില്ലേ? കിടക്കാതെ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ പലതും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? തയാങ്കിനെ പിടിച്ച് നേരെ കറക്കി ബെഡിലോട്ട് ഒറ്റയിടലാണ്. ഇട്ടിട്ട് നേരെ തയാങ്കിന്റെ മോളിൽ വന്നിങ്ങനെ കിടക്കും. തയാങ്കാണ് ഒരുമാതിരി പേടിച്ച് ഷോക്കായിട്ട്. ജങ്ക, എന്താ ജങ്ക? മിണ്ടരുത് ജങ്ക, മിണ്ടല്ലെന്ന്. ഒന്നും മിണ്ടാതെ നിന്നിട്ട് എന്ത് ചെയ്യും? താങ്കിന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിക്കാണ്. അവന്റെ കണ്ണ്, ചുണ്ട് ഇങ്ങനെ നോക്കാണ്. താങ്കാണ് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇവന് ബോധം പോലും ഇല്ല. ഇവന് എന്ത് ചെയ്യാനായിരിക്കും വരുന്നത്? ഓൾറെഡി ഇതിനു മുമ്പ് ഒരു വട്ടം കിസ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് താങ്കിന്റെ ഹാർട്ടെല്ലാം ഭയങ്കരമായിട്ട് ഇടിക്കുകയാണ്. നോക്കിയിട്ട് ജങ്കുക്ക. ഇത് കേട്ടതും ജേക്ക് എന്ത് ചെയ്യും? വിരല് നേരെ എടുത്ത് താങ്കിന്റെ ചുണ്ടിൽ കൊണ്ടിങ്ങനെ വെക്കും. എന്നിട്ട് പതുക്കെ താഴോട്ട് വന്നിട്ട് താങ്കിന്റെ ചുണ്ടിന് തൊട്ടടുത്ത് വന്ന് ക്ലോസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അതായത് ഈ വിരല് മാറ്റി കഴിഞ്ഞാൽ രണ്ട് ലിപ്പും തമ്മിൽ ടച്ചായി കിസ്സാവും. തയാങ്കിനാണ് പേടി വന്നിട്ട് പോയാൽ തയാങ്കിന്റെ കണ്ണെല്ലാം കൂടെ ഒരുമാതിരി ഇങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കുമ്പോഴേക്കും പതുക്കെ വന്നിട്ട് എന്നിട്ട് തയാങ്കിനെ ഒന്ന് നോക്കിയിട്ട് നേരെ ചെന്ന് ഡീപ്പായിട്ട് അങ്ങ് കിസ് ചെയ്യും. ജങ്കുക്ക. തയാങ്കിനാണെങ്കിൽ ഷോക്കാണ്. എന്താ ഇവിടെ നടക്കുന്നത്? ജങ്ക് എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ചെറുക്കനാണ് പേടിച്ച് വേണ്ട ഒരുമാതിരി ഇരിക്കാണ്. വിട് ജങ്ക, വിട് ജങ്കുക്ക എന്ന് പറഞ്ഞിട്ട് നേരെ പിടിച്ച് ഒറ്റ തള്ളാണ്. തയാങ്ക് പിടിച്ച് തള്ളിയതും ജേക്കെ നേരെ പുറകെ വന്നിട്ട് തയാങ്കിനെ തന്നെ ഇങ്ങനെ നോക്കിക്കുക. എന്നിട്ട് I love you ജിമിൻ, I love you so much ജിമിനാന്ന് പറഞ്ഞിട്ട് നേരെ തയാങ്കിനെ നെഞ്ചിലോട്ട് തന്നെ ബോധമില്ലാതെ അങ്ങ് വീഴും.